പറഞ്ഞു തീരും മുമ്പേ സ്വിച്ചിട്ട പോലെ അവനിങ്ങ് വന്നല്ലോ. ഇവൻ തൊട്ടപ്പുറത്ത് നിന്നാ വിളിച്ചേ, അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നമസ്കാരം. നമസ്കാരമൊന്നും വേണമെന്നില്ല, വന്ന കാര്യം പറ. അത് പിന്നെ സാറേ, എനിക്കൊരു വിവരം കിട്ടി. എന്തു വരും? ആ നടേശൻ സാർ കൊല്ലപ്പെട്ടതെന്നും ദേവികയും മനോഹരനും അയാളുടെ അടുത്ത് എത്തിയിരുന്നു. ആ, അത് നമുക്കറിയാവുന്നതല്ലേ. നീ തന്നെയല്ലേ അതെന്നെ വിളിച്ചു പറഞ്ഞത്? അവരുടെ കൂടെ ആ ഇരുട്ടും വരുന്നുണ്ടായിരുന്നല്ലേ? അതെ, പക്ഷേ മനോഹരൻ നടേശനെ ഒന്ന് ആക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു പൊതി ചോറ് മാഞ്ഞുകൊണ്ടാ പോയത്. പൊതിച്ചോറ്? അതെന്തിന്? മനോഹരൻ സ്റ്റേഷനിൽ കിടന്നപ്പോൾ നടേശൻ സാർ ഒരു പൊതി ചോറുമായിട്ട് ചെന്നായിരുന്നു. പകരത്തിന് പകരം കൊണ്ടുപോയതാ. ഓ, ആ പൊതിച്ചോറ് നടേശന് പിണ്ടച്ചോറായി മാറിക്കോളും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വിഷ ഉള്ളിച്ചെന്ന നടേശൻ മരിച്ചത്. അപ്പോ ആ പൊതിച്ചോറിൽ വിഷം ചേർത്ത് ഹോസ്പിറ്റലിൽ മനോഹരൻ കൊണ്ടുപോയി കൊടുത്തു എന്ന് ഒരു കഥയുണ്ടാക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ടമ്മേ. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നത് തുറക്കാത്തൊരു പൊതിച്ചോറ് അടുത്തുണ്ടായിരുന്നു. ഞാനിതൊക്കെ നേരത്തെ തിരക്കി അറിഞ്ഞതാ. തുറക്കാത്ത പൊതിച്ചോറ് തുറന്നതാക്കണോടാ. കാശ് കൊടുത്താൽ തിരുത്തി എഴുതപ്പെടാത്ത ഒരു FIR-ഉം ഇല്ല. നീ ആ വഴി നോക്ക്. അപ്പോ എല്ലാം നമ്മൾ കരുതിയതുപോലെ തന്നെ സ്വാമി ഒരാളല്ല, രണ്ടാണ്, അല്ലെങ്കിൽ പലതാണ്. മുണ്ടെടുത്ത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സ്വാമി മറ്റൊരിടത്ത് കോട്ടിലും സൂട്ടിലും വരുന്നു, മറ്റൊരു ഭാവത്തിൽ. അതെ, അത് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളതാ ഈ യാത്ര കൊണ്ടുണ്ടായ ഗുണം. അപ്പോഴും സംശയങ്ങളൊന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല.